തെറ്റായ കാര്യമാണ് ഞാൻ നിനക്ക് തന്നത്. തെറ്റായ ആളെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എന്നോട് ക്ഷമിച്ചേക്ക്. ഞാൻ നിന്നെ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു. പ്രഭുവിന്റെ ഇത്രയും വലിയ കാര്യം നിനക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. ഗുരു, അങ്ങയുടെ വിശ്വാസം ഞാൻ തകർക്കില്ല. യേശു ഈ പന്തയത്തിൽ തോറ്റു കഴിയുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ അവനെ ഈ ഗ്രാമത്തിൽ നിന്ന് ഓടിക്കാൻ സാധിക്കും. ഞാൻ നന്നായി ആലോചിച്ചു തന്നെയാണ് അവന്റെ ഈ വ്യവസ്ഥയൊക്കെ ഞാൻ അംഗീകരിച്ചത്. ഓർമ്മ വെച്ചോ, അവൻ ഒരിക്കലും ജയിക്കാൻ പാടില്ല. എന്ത് സംഭവിച്ചാലും അവൻ ജയിക്കാൻ പാടില്ല. അവൻ ഒരിക്കലും ജയിക്കാൻ പാടില്ല. വയ്ക്കോ, ആ കുട്ടി ഒരിക്കലും ജയിക്കാൻ പാടില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ശരി. എന്നെ ഈശ്വര, യേശു വളരെ ചെറിയ കുട്ടിയാണ്. അവൻ ഒരാപത്തും ഉണ്ടാക്കരുതേ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് യേശു? നിന്റെ അച്ഛനെ പഴയ നാളുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണിത്. വല്യേട്ടാ, അതൊന്നും സാരമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. യേശു, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് നീ അച്ഛന്റെ കളിപ്പാട്ടങ്ങൾക്ക് ജീവൻ നൽകിയതുപോലുണ്ട്. ഇപ്പോൾ പകുതി കാര്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എനിക്കും നിന്നെ സഹായിക്കണമെന്നുണ്ട് യേശു. പറയൂ, എന്താ ചെയ്യേണ്ടത്? ജ്യേഷ്ഠൻ ഞങ്ങളിൽ മൂത്തതാണ്. അങ്ങയുടെ ശബ്ദവും ഗാംഭീര്യമുള്ളതാണ്. അങ്ങക്ക് എന്തായാലും ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. കേൾക്കൂ, കേൾക്കൂ, കേൾക്കൂ. വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കൂ. കേൾക്കൂ, കേൾക്കൂ, കേൾക്കൂ. വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കൂ. ഇന്നത്തെ വൈകുന്നേരം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഒരു സംഭവം നടക്കാൻ പോവാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാകും. കേൾക്കൂ, കേൾക്കൂ, കേൾക്കൂ. കേൾക്കൂന്നേ. യേശു, എന്നോട് ക്ഷമിക്കൂ. എന്റെ ശബ്ദത്തിന് അത്രയ്ക്ക് ഗാംഭീര്യമൊന്നുമില്ല. ആളുകളൊന്നും ശ്രദ്ധിക്കുന്നതുമില്ല. ഇത്ര പെട്ടെന്ന് നിരാശനാകാതെ ജ്യേഷ്ഠ. ഒരു തവണ കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. കേൾക്കൂ, 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 കേൾക്കൂ. യേശു, എല്ലാവരും നമ്മളെ നോക്കുവാണല്ലോ. വേഗം തന്നെ അറിയിപ്പ് പറഞ്ഞോളൂ. വന്നു, വന്നു, വന്നു. കളിപ്പാട്ടക്കാരൻ വന്നു. എന്തായാലും ഇക്കാര്യം നിങ്ങൾ കേട്ടേ പറ്റും. ഇന്ന് കളിപ്പാട്ടക്കാരന്റെ വീടിന് മുന്നിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രദർശനം നടക്കുന്നുണ്ട്. നിങ്ങൾ വരില്ലേ? അമ്മായിയും ഇന്ന് പ്രദർശനം കാണാൻ വരില്ലേ? അമ്മാവ, അങ്ങയുടെ ഫലങ്ങൾക്ക് എത്ര മധുരമാണോ അത്രയും മധുരമുള്ള കഥകൾ കേൾക്കാൻ കഴിയും. അങ്ങും എന്തായാലും വരില്ലേ? നീയും വരുമല്ലോ അല്ലേ? നല്ല രസമായിരിക്കും. നീയും വരണേ. ഞാൻ തീർച്ചയായും വരും. നിങ്ങൾ പലപ്പോഴും കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നിങ്ങൾക്കതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിക്കും.
ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ കഥ പറയുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കണമെന്നുണ്ടോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചൊരു രാത്രി. അത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അന്ന് ഒരു അത്ഭുത ശിശു പൂജാതനായി. ഈ പൊട്ടത്തരമൊക്കെ കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്തു വേണേലും കാണിക്കേ. നിങ്ങളുടെ ഈ നാടകം അവസാനിക്കുമ്പോ എന്നെ അറിയിക്കേ. വിഷമിക്കാതിരിക്കും മന്നു. ഇതുവരെയെല്ലാം നന്നായിയാ നടന്നത്. നീ നോക്കിക്കോ, ഇനിയുള്ളത് നന്നായി തന്നെ നടക്കും. ഇത് പിടിക്ക്, എന്നിട്ട് നീ തയ്യാറായിക്കോളൂ. ആ കുട്ടിയുടെ ജനനം ഒരു കാലിത്തൊഴുത്തിലാണ് നടന്നത്. അവിടെ ഒത്തിരി കാലികളുണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആട്ടിടയന്മാരെല്ലാം അങ്ങോട്ടേക്ക് വന്നു. പിന്നെ മാലാഖമാരും ആ ശിശുവിനെ കാണാൻ വന്നു. നിങ്ങൾക്കുമുണ്ടല്ലോ. ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ട് തീർച്ചയായും കുറെ കഥകൾ പറയാൻ സാധിക്കും. പിന്നെ അമ്മ പറയുന്നത് മറ്റുള്ളവരെ ആരാണോ സഹായിക്കുന്നത് പരമപിതാവ് അവരെയാണ് സഹായിക്കുന്നതെന്ന്. എന്നുവച്ചാൽ നിങ്ങൾ ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങി സുന്ദരമായ കഥകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതുണ്ടാക്കിയ കലാകാരനും വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നതാണ്. എന്തു തന്നെ ആയാലും പരിശ്രമം തീർച്ചയായും ആവശ്യമാണ്. ഇതുകൂടാതെ വേറെയും കളിപ്പാട്ടങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറാണ്. ഈ മനോഹരമായ കളിപ്പാട്ടം ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ എന്താ ആലോചിക്കുന്നേ? കടന്നു വരൂ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങൂ. ഒന്ന് നോക്കിക്കേ, എത്ര മനോഹരമായ കളിപ്പാട്ടങ്ങളാണ്. അച്ഛനിത് കാണുമ്പോൾ വളരെ സന്തോഷമാകും. ഞാൻ ഇപ്പൊ വരാം. അച്ഛാ, അച്ഛാ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. നീ അകത്തെങ്ങനെ വന്നത്? പുറത്ത് തമാശ കഴിഞ്ഞോ അതോ നടക്കുകയാണോ? ഇത് നോക്കച്ചാ. ഇത്രയധികം പണം? ഈ പണമെല്ലാം അച്ഛനുണ്ടാക്കിയ കളിപ്പാട്ടം വിറ്റ് കിട്ടിയതാണ് അച്ഛാ. ഇപ്പൊ മനസ്സിലായില്ലേ? ആളുകൾക്ക് ഇപ്പോഴും പഴയതുപോലെ തന്നെ അച്ഛനുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ വളരെയധികം ഇഷ്ടമാണെന്ന്. ഇത് ശരിയല്ല. റബ്ബി ഗുരു എന്നെ വിലക്കിയതാണ്. ഞാൻ ദൈവത്തെ മാത്രം സേവിച്ചാൽ മതിയെന്ന്, മറ്റൊന്നും പാടില്ല. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അല്ല, ഇത് തെറ്റല്ല. അമ്മ പറയുന്നത് സത്യമുള്ള ഹൃദയത്തോടെ നാം എന്തു തന്നെ ചെയ്താലും അതും പരമപിതാവിനോടുള്ള ഭക്തി തന്നെയാണ്. അങ്ങുണ്ടാക്കിയ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, ഈ ഗ്രാമത്തിലെ എത്ര കുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കുമാണ് സന്തോഷം നൽകിയതെന്നറിയോ? പിന്നെ പരമപിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് സന്തോഷം പകരുന്നത്. പിന്നെ ഇതെങ്ങനെ തെറ്റുള്ള പ്രവൃത്തിയാകും? അങ്ങേക്ക് ഇപ്പോഴും തോന്നുന്നത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തെറ്റായ പ്രവൃത്തി എന്നാണെങ്കിൽ ഞാൻ തീർച്ചയായും ഇവിടെ ഈ വ്യവസ്ഥ നിർത്താൻ തയ്യാറാണ്. അങ്ങ് എന്തു പറഞ്ഞാലും ഞാനത് സന്തോഷത്തോടെ സമ്മതിക്കാം. പക്ഷെ അങ്ങ് ഒരു കാര്യം മനസ്സിൽ വെച്ചേ പറ്റൂ. അങ്ങ് ഏത് കരങ്ങളാലാണോ ഈ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത് ആ കരങ്ങളാൽ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പരമപിതാവിന് സന്തോഷമാകും.
പരമപിതാവിന്റെ ഒരു സന്ദേശം അങ്ങ് ഇതുവരെ കേട്ടിട്ടില്ലേ? പ്രവൃത്തി നന്നായാൽ ഫലവും നന്നാകും. പ്രവൃത്തി നന്നായാൽ ഫലവും നന്നാവും. ഇത് മന്നുവിന്റെ അമ്മ എപ്പോഴും പറയുന്നതായിരുന്നു. ഇപ്പോൾ യേശുവും പറയുന്നു. എന്തൊരു ആശയക്കുഴപ്പമാണിത്! എന്റെ പിതാവേ, എനിക്കെന്താണ് സംഭവിക്കുന്നത്? കണ്ടില്ലേ, ദൈവപുത്രന് ഒന്നും തന്നെ ചെയ്യാനായില്ല. ഈ കളിപ്പാട്ടക്കാരന്റെ മനസ്സിനെ മാറ്റാൻ അവനായില്ല. കണ്ടില്ലേ നീ? പ്രവൃത്തി നന്നായാൽ ഫലവും നന്നാകും. വേണ്ട അച്ഛാ, വേണ്ട. യേശു, പലവട്ടം ആലോചിച്ചു. ഈ പൂട്ട് തകർത്ത് പണിയായുധങ്ങൾ പുറത്തെടുത്ത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ. എന്റെ ആയുധങ്ങൾ എന്നെ എപ്പോഴും മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും കേട്ടില്ലെന്ന് നടിച്ചു. എന്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, പ്രവൃത്തി നന്നായാൽ ഫലവും നന്നാകുമെന്ന്. ഇന്ന് രാവിലെയും ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോ അവൾ എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അത് തെറ്റായി മനസ്സിലാക്കി നിന്നെ ആക്രമിക്കാനാണ് തയ്യാറായത്. നീ എനിക്ക് എന്റെ ഭാര്യ പറഞ്ഞ വാക്കുകളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി തന്നു. വർഷങ്ങളായി ഞാൻ കരുതിയിരുന്നത് ദൈവം എന്നോട് കോപിച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പക്കലേക്ക് നിന്നെ വിടില്ലായിരുന്നു. അപ്പൊ അങ്ങ് വീണ്ടും കളിപ്പാട്ടം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണോ? ആ, തീർച്ചയായും ഉണ്ടാക്കും. കാരണം നീ എന്റെ കണ്ണുകൾ തുറന്നു. യേശു, നീ സത്യമാണ് പറഞ്ഞത്. ദൈവം എന്റെ കരങ്ങൾക്ക് ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നൽകി. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിന്റെ അമ്മ പറയുന്നതും ശരിയാണ്. സ്വയം പരിശ്രമിക്കാൻ നോക്കുന്നവരെയാണ് ദൈവവും സഹായിക്കാൻ തയ്യാറാകുന്നത്. പണം സമ്പാദിക്കാനാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രയത്നിക്കുകയും ചെയ്യണം. ഞാൻ മുമ്പത്തെ പോലെ വീണ്ടും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തും. എങ്കിലേ എന്റെയും മന്നുവിന്റെയും ജീവിതം സന്തോഷപൂർണ്ണമാവൂ. എന്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നതിനേക്കാൾ പുണ്യം ഏതെങ്കിലും കുഞ്ഞിനെ സന്തോഷിപ്പിച്ചാൽ ലഭിക്കുമെന്ന്. അവൾ പറഞ്ഞത് വളരെ ശരിയാണ്. മന്നു, നിന്റെ അമ്മ മരിച്ചതിൽ പിന്നെ എനിക്കൊരു നല്ല അച്ഛനാകാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് ക്ഷമിക്കുമോനെ.
ഒരു കാര്യം എനിക്കിത് ചെയ്യാനുണ്ട്. യേശു, ഇന്ന് നിന്റെ ജന്മദിനമാണെന്ന് കേട്ടു. ഈ അലങ്കാരം എപ്പോഴും എന്റെ ജീവിതത്തിൽ സന്തോഷം കടന്നുവന്ന ദിവസത്തിന്റെ ഓർമ്മയായിരിക്കും. ഈ സന്തോഷം എനിക്ക് ലഭിച്ചത് നീ കാരണമാണ്. മന്നു, യേശുവിന്റെ ജന്മദിനത്തിൽ എല്ലാ വർഷവും ഞാനിങ്ങനെ പുൽക്കൂട് നിർമ്മിക്കും. കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് യേശുവിന്റെ കഥകൾ മാത്രമല്ല, മറ്റനേകം കഥകളും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ലഡ്ഡു പൊട്ടുകയായിരിക്കുമല്ലേ? നിന്റെ മനസ്സിലും നിന്റെ പ്രിയപ്പെട്ട യേശുവിന്റെ മനസ്സിലും സാരമില്ല. പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന്റെ ദൈർഘ്യം വളരെ കുറവാണ് ദൈവദൂത. എനിക്ക് നിന്റെ മനസ്സിലെ ഭയത്തെ, അരക്ഷിതാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാത്താനെ. നിനക്കറിയാമല്ലോ, എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റുന്നവൻ, ലോകത്തിന് ശരിയായ മാർഗം കാട്ടുന്നവൻ, ലോകം മുഴുവൻ സമാധാനത്തിന്റെ സന്ദേശം പരത്തുന്നവൻ, പതിയെ പതിയെ ലോകത്തിന്റെ മിശിഹ ആകുന്നതിനുള്ള മാർഗം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ അസ്തിത്വം ഇല്ലാതാകുന്നതിന്റെ ഭയമാണ് നിന്നിൽ കാണുന്നത്. അതാണ് നിന്നെ അലട്ടുന്നത്. ദൈവപുത്രനായ യേശുവിനോട് ആളുകൾ കൂടുതൽ അടുക്കും തോറും നിന്റെ ശക്തികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ യേശു എങ്ങനെയാണ് സ്നേഹത്താൽ തിന്മയെ വിജയിച്ചതെന്ന്? കാരണം സ്നേഹമെന്ന പൂവിന് പുഷ്പിക്കാൻ വേണ്ടി ഒരു കാലവും നോക്കണമെന്നില്ല. ഇതൊരാരംഭം മാത്രമാണ്. ഇനിയും യേശു എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പേണ്ടിയിരിക്കുന്നു. പ്രകടിപ്പിച്ചോളൂ, നിന്റെ മനസ്സിലെ സന്തോഷം പ്രകടിപ്പിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ ലോകത്ത് പൈശാചിക ശക്തിക്ക് യാതൊരു കുറവുമില്ല. എനിക്ക് ജീവൻ, പുതിയ ചക്രവർത്തി, റബ്ബി ഗുരു എന്നിവരെ കിട്ടിയതുപോലെ ചിലപ്പോ പുതിയൊരു അപകടം യേശുവിന് നേരെ വരുന്നുണ്ടാകാം. അങ്ങ് നേരെ ചെന്ന് പുതിയ ചക്രവർത്തിയോട് ചോദിക്കുകയാണ് വേണ്ടത്, അങ്ങയെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാണെന്ന്. അതിന്റെ സമയമാകുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം. പക്ഷെ ആദ്യം എനിക്ക് ആ ജ്യോതിഷ പ്രവചനത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ചെല്ല്. സാധാരണക്കാരെ പോലെ ഇവിടെ ചുറ്റിക്കറങ്ങ. ശരി. സത്യം എന്താണെന്നറിയാ. നിങ്ങൾ ചെല്ല്. സഹോദര, ഇവിടത്തെ മുഖ്യനാരാണ്? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഗ്രാമമുഖ്യൻ കുറച്ച് ദിവസങ്ങളായി ഗ്രാമത്തിന് വെളിയിലാണ്. സഹോദര, ഞാനൊരു എഴുത്തുകാരനാണ്. പ്രത്യേകതകളുള്ള കുട്ടികളുടെ കഥ എഴുതാനാണ് ഞാനിവിടെ വന്നത്. പ്രത്യേകതകളുള്ള ഒരു കുട്ടി ഈ ഗ്രാമത്തിലുണ്ടെന്ന് ഞാൻ കേട്ടു. ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നുവെന്ന്. നിങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ? എനിക്ക് വലിയ സഹായമാകും. ആ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നെല്ലാം എപ്പോഴും വളരെ വ്യത്യസ്തനായിരുന്നു. എനിക്ക് ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, ഇവരിൽ നിന്നും കൂടുതൽ സത്യങ്ങൾ അറിയേണ്ടതുണ്ട്. നോക്ക്, എന്നെ തെറ്റിദ്ധരിക്കരുത്. നോക്ക്, എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടികളല്ലാതെ വ്യത്യസ്തരാണെന്നാണ് തോന്നുക. അതിലെന്താണ് പ്രത്യേകത? അങ്ങ് ഇതുവരെ ആ കുട്ടിയെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മരിച്ചയാളെ പോലും ജീവിപ്പിക്കുന്ന അവനെ വ്യത്യസ്തനെന്ന് മാത്രം പറഞ്ഞാൽ മതിയാകില്ല. എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നേ? മരിച്ചയാളെ ഉയർപ്പിച്ചെന്നോ? എന്താ നിങ്ങൾ വല്ല മതിഭ്രമമുള്ള ആളാണോ? അവൻ ഏത് കുട്ടിയെയാണോ ജീവിപ്പിച്ചത്, അവൻ എന്റെ മകനാണ്. ജീവൻ, ഇവിടേക്കൊന്ന് വന്നേ.